ഒരു കാര്യം, അതായത് നമുക്കറിയാം കുടുംബവും ഈ ലോറി ഓണർ മനാഫും ഒക്കെ അവിടെ തന്നെ തുടരുകയാണ്. അവരൊക്കെ അടിക്കടി നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കരയിൽ തന്നെയാണ് ഈ ലോറി ഉള്ളത് എന്നുള്ള പൂർണ്ണ വിശ്വാസമായിരുന്നു അവർക്ക് തുടക്ക ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. അതനുസരിച്ചുള്ള തെരച്ചിൽ നടന്നില്ല എന്നൊക്കെയായിരുന്നു അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ. പക്ഷേ ഇപ്പോൾ ഇന്നലെയോടുകൂടി കരയിലില്ല എന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായും നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അനുമാനിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ആണ് ഞാൻ ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ കരയിലെ തെരച്ചിൽ അവസാനിപ്പിക്കരുതെന്ന് രഞ്ജിത്ത് ഇസ്രയേൽ പറഞ്ഞിരിക്കുകയാണ്. തനിക്ക് ആവശ്യമായ മെഷീനറികൾ അടക്കം നൽകിയാൽ അർജുനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഉത്തരവാദിത്തപ്പെട്ടവർ ആരും സഹായിക്കുന്നില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഈ കരഭാഗം അങ്ങ് വരെ കൊണ്ടുപോയി ആ ബാങ്ക് ഷോറെല്ലാം ഈ കരഭാഗത്ത്, അതായത് പുഴയുടെ വശത്ത് ചേർന്ന് കിടക്കുന്ന കരഭാഗം പോലും ഇതിന്റെ തട്ടലുണ്ടെങ്കിൽ മറ്റു തട്ടുമ്പോഴത്തേക്ക് തിരിച്ചറിയാൻ പറ്റും. പാറ തുറന്ന് മാക്സിമം പോകാൻ പറ്റും. എത്ര ഡീപ്പായിട്ട് അറിയാലോ. ഈ മെഷീൻ ഇപ്പൊ ആവശ്യപ്പെടുകയാണ്. കാരണം ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിമിതം അറിയാം, ഇന്റർഫിയറൻസ് ഉണ്ട്. ആരെയും വല്ലാട്ട് വെറുപ്പിക്കുന്നില്ല. വലിയ ബക്കറ്റ് വേണം, കോരി മാറ്റാൻ വേണം. അത് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി 2 ദിവസം. ഞാൻ 5-ാം ദിവസം 3 മണിക്കാണ് അവിടെ എത്തുന്നത്. അറിയാം, വന്നപ്പോൾ തടഞ്ഞ് കളക്ടർ സ്പെഷ്യൽ വീണ്ടും ഓർഡർ എടുത്ത് SP കണ്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണ്. 5-ാം ദിവസമാണ് എത്തുന്നത്. ഇവരെല്ലാം മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായി ആ സമയത്ത് വീഡിയോ പോലും തരുന്നില്ല. എന്താണ് അതിന്റെ അറിയാം, എന്തോ മണ്ണാണ് കോരിയിട്ടെന്ന് എനിക്ക് അറിയത്തില്ല. മണ്ണാണ് കോരിയിട്ടത്. എപ്പോഴും ഇടപെടൽ നടക്കുന്നു. നമ്മൾ ക്ഷമ കരുതി ഞാൻ നിൽക്കുകയാണ്. മാക്സിമം ക്ഷമിച്ച് നിൽക്കുന്നത്. എനിക്ക് വേറെ ഒന്നുമില്ല. വേറെ ഒന്നും ചെയ്യോ പിടിക്കോ, എനിക്ക് വേണ്ട ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാ. അല്ല ഇവരുടെ ഈ കയറി ഇടിക്കാൻ പോകുന്നത് ഫോറസ്റ്റിന്റെ ലാൻഡോ അല്ലെങ്കിൽ ഇവരുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സോ അല്ല നടക്കുന്നത്. ജസ്റ്റ് ഒരു ആ സംഭവം നടന്ന റോഡ് സൈഡ് തന്നെയുള്ള ഇത് ഡെബ്രി സ്ഥലം മാറ്റുന്നത്. ഇവർ പറഞ്ഞാൽ ചുമ്മാ എന്റെ മണ്ണ് ആറ്റി അങ്ങനെ പോകാൻ പറ്റത്തില്ല. ക്ലീൻ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം. നമുക്ക് ക്ലിയർ ഔട്ടായിട്ട് ചാരും ചെയ്തു പോകണം. ഇപ്പൊ എന്റെ ഒരു ഐഡിയൽ പ്രകാരം ഇത് ബോറിംഗ് മെഷീൻ വെച്ച് കംപ്ലീറ്റ്, ആ ബോറിംഗ് മെഷീൻ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ നദീ തീരത്തോളം എല്ലാം കംപ്ലീറ്റ് ഔട്ടാൻ പറ്റും. ഉറപ്പാണ്. കാരണം ഫാസ്റ്റ് ആയിട്ട് ഡ്രിൽ ചെയ്യും. നല്ല ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ ഓപ്പറേറ്റർ കൂടെ ഞാൻ നിൽക്കും. ഓപ്പറേറ്ററാണെങ്കിൽ മെറ്റിൽ തട്ടുന്ന ലോറി അത്രയും വലിയ എന്തായാലും മെറ്റിലേക്ക് തട്ടും. അല്ലെങ്കിൽ ഇത് മറ്റേ വുഡ് ലോഗൺ തട്ടും. അതിൽ വുഡ് ലോഗാൻ കറക്റ്റ് മണം കിട്ടും. തീർച്ചയായിട്ടും ആ ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. എനിക്ക് കോപ്പറേഷൻ കിട്ടുന്നില്ല. ഞാൻ ഒരു സിവിലിയനാണ്. എനിക്ക് ഓർഡർ കവർ ചെയ്യാം. ഇതില്ല. ഞാൻ NDRF കമാൻഡർ അല്ല, ആർമി കമാൻഡർ അല്ല. ഇന്നലെ രാത്രി പരിമിതി എന്നാൽ മാക്സിമം ഞാൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ഞാനത് കുറ്റപ്പെടുന്ന കുറെ കുറ്റപ്പെടുന്ന മലയാളികളായിട്ടുള്ള അവർക്ക് നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റും തോന്നുന്നു. ആഷ്മിച്ചാണ് തോന്നുന്നുണ്ട് അവിടെ നിൽക്കുന്നത്. ഈ കുറ്റപ്പെടുന്ന പലരും കാരണം കുറ്റപ്പെടുന്നത്. കാരണം മരിക്കാൻ തൊണ്ട ഇടറി നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്ന മനാഫറ ചെയ്തിന്റെ അർജുന്റെ കുടുംബത്തെ അറിയാം. അവരുടെ പ്രദേശമുണ്ട്. നമ്മൾ അവർ ഡയറക്റ്റായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്റർഫിയറൻസ് ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള മിഷൻസ് ഇതുവരെ വിട്ട് തന്നിട്ടില്ല. എനിക്ക് വരും ഇപ്പൊ ഒരു 4 എച്ചാച്ചി വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 2 പോവും. വീണ്ടും തൊണ്ട അല്ലറി പറയുമ്പോഴത്തേക്ക് 2 വരും. പിന്നെ വീണ്ടും 1 പോവും. പണി പാസ് നടക്കുന്നില്ല. 1 മണിക്കൂർ പോലീസ് തടസ്സപ്പെടുത്തി. അത് കോംപ്രമൈസ് ആക്കിയത് പോട്ടത്. ഞാൻ മാക്സിമം താഴാം. എനിക്ക് വേറെ കോപ്പം ഒന്നും വേണ്ട. പല രീതിയിലുള്ള പ്രലോഭനം അല്ലാതെ ഇവിടെ മാറ്റാൻ വരുന്നുണ്ട്. അതെന്താന്ന് പിന്നെ പറഞ്ഞുതരാം എന്താന്നുള്ളത്. സംതിങ് ഹൈഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതും വൈകിട്ടത്തെ ക്ലിയർ ആക്കും. ഒന്നും യുവാപോധന പേര് പറയാനല്ല, കൃത്യം എവിഡൻസോടെ പറയത്തുള്ളൂ. എനിക്ക് വേണ്ടത് ഇപ്പം വേറൊന്നുമല്ല, ആ ഡ്രില്ലിംഗ് മെഷീൻ അറ്റ്ലീസ്റ്റ് ഒരു ബോർവെൽ അടിക്കുന്നത്. അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കർണാടകയിൽ. അതിപ്പോ കമാൻഡിംഗ് പെട്ടെന്ന് എത്താൻ പറഞ്ഞു NDRFന്റെ. പുള്ളിയായിട്ട് എനിക്ക് അല്പം വിശ്വാസമുള്ള NDRFന്റെ കമാൻഡിംഗ് ഓഫീസർ മാത്രമേ ഉള്ളൂ. രാത്രി കളക്ടർ അടക്കമുള്ളവരെ കണ്ടില്ല. ഇല്ല കണ്ടില്ല. കാണാൻ പോകുന്നില്ല. അപ്പൊ സബ് കളക്ടർ പട്കാലി SDM സബ് കളക്ടർ പുള്ളിക്കാർ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആവശ്യം NDRF പറയാൻ കൂടുതൽ താല്പര്യം. എനിക്ക് ഇവിടുത്തെ അതോറിറ്റി വനിക്കാൻ പറഞ്ഞില്ല. ആരും വെറുപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഇല്ല. എനിക്ക് കണ്ടത് ട്രക്ക് എന്താണ് ഇൻസിഡന്റ്. എല്ലാരും പറഞ്ഞു റെസ്ക്യൂ. എനിക്ക് ആ കുടുംബത്തോട് ഒരിക്കലും തുടക്കത്തെ പറയാൻ പറ്റത്തില്ല. രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രയേലിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. KV ബൈജു തുടരുന്നുണ്ട്. ബൈജു, രഞ്ജിത്തിന്റെ